ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തയെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, വിജയകരമായ ജീവിതത്തിൽ പലതും ഓർത്തിരിക്കുവാനും പലതും മറക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. പൂർവ്വി യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് 2 മക്കൾ ജനിക്കുമ്പോൾ ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനും അദ്ദേഹം ഇടുന്ന പേരുകളിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ആദ്യത്തെ മകന് അദ്ദേഹം ഇടുന്ന പേര് മനാസെ എന്നാണ്. രണ്ടാമത്തെ മകന് അദ്ദേഹം ഇടുന്ന പേര് എഫ്രായിം എന്നാണ്. സ്നേഹമുള്ളവരെ, ഈ 2 പേരുകൾക്കും മനോഹരങ്ങളായ അർത്ഥമുണ്ട്. മനാസെ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ജീവിതത്തിലുണ്ടായ കഴിഞ്ഞകാല മുറിവേറ്റ അനുഭവങ്ങളെല്ലാം മറക്കാൻ എന്നെ സഹായിച്ചിരിക്കുന്നു, അനുവദിച്ചിരിക്കുന്നു എന്നാണെങ്കിൽ, എഫ്രായിം എന്ന പേരിൻ്റെ അർത്ഥം എൻ്റെ കഷ്ടപ്പാടുകളിൽ എന്നെ സഹായിച്ച ദൈവത്തെ ഞാൻ ഓർക്കുന്നു എന്നാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ 2 പേരുകളിലും വലിയ അർത്ഥങ്ങളുണ്ട്. കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്നാണ് എഫ്രായിം എന്ന പേരിൻ്റെ അർത്ഥം. അപ്പോൾ സ്നേഹമുള്ളവർ, ജോസഫിൻ്റെ ഈ 2 മക്കൾക്ക് ജോസഫ് ഇടുന്ന ഈ പേരുകളിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാളുകളിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമതായിട്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകൻ അദ്ദേഹം ഇടുന്ന പേര് മനാസെ. ജീവിതത്തിൽ സംഭവിച്ച കഴിഞ്ഞകാല നാളുകളിൽ സംഭവിച്ച മുറിവുകൾ, വേദനകളൊക്കെ മറക്കാൻ സാധിക്കുക, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം ക്ഷമിക്കുക. ഇത് രണ്ടും ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. സങ്കീർത്തനം 103-ന്റെ 2-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഇപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ജീവിതത്തിൽ തൽക്കാലത്തേക്കുണ്ടാകുന്ന ചില കഷ്ടതകൾ, ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കരുതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച അനുഗ്രഹങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ട അനുഭവങ്ങൾ അവർക്കുണ്ട്. ശക്തനായ ദൈവം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവരെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന് ദൈവം അവരുടെ കൂടെ നടന്ന് ശക്തമായ അടയാളങ്ങൾ ദൈവം അവർക്ക് കൊടുത്തു. നമ്മളൊരു എത്ര വലിയ അനുഗ്രഹമാണ്, അടയാളമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഈജിപ്തിലെ സൈന്യം പുറകിൽ നിൽക്കുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ചെങ്കടലിനെ വിഭജിച്ച് അവരെ അപ്പുറത്തേക്ക് കടത്തുന്നു, രക്ഷപ്പെടുത്തുന്നു. എന്നാൽ പിന്തുടർന്നു വന്ന ഈജിപ്തിലെ സൈന്യം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. തുടർന്നും അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളും അടയാളങ്ങളാണ് ദൈവം പ്രവർത്തിച്ചത്. എന്നാൽ ഒരു വേളയിൽ അവരാഗ്രഹിച്ച ഇറച്ചിയോ ഭക്ഷണമോ അവർക്ക് കിട്ടാതെ വന്നപ്പോൾ അവർ ഈ അനുഗ്രഹങ്ങളൊക്കെ മറന്നു. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഈ മരുഭൂമിയിലിട്ട് കൊല്ലാനാണോ ദൈവം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ആ ഈജിപ്തിലെ അടിമത്തം തന്നെയായിരുന്നു നല്ലത്. ഒരു വേള അവർക്ക് വെള്ളം കിട്ടാതെ ദാഹം അനുഭവപ്പെട്ടപ്പോൾ അവരിതെല്ലാം മറന്നു. അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ ഇവിടെ ദാഹിച്ച് മരിക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ഈജിപ്തിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് അവിടെയായിരുന്നു സന്തോഷം എന്നൊക്കെ അവർ പറയുന്നുണ്ട്, പരാതിപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ പിറുപിറുക്കലും പരാതിയും വാസ്തവത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്ന ചില പ്രത്യേകതകളാണ്. കാരണം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയാലും നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ദൈവം വ്യക്തമായിട്ട് ഇടപെട്ട ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ചില തകർച്ചകളും പ്രതിസന്ധികളും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നൊരവസ്ഥയും വരുമ്പോൾ
നമ്മൾ ഈ ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഒക്കെ മറക്കാനിടയുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ജോസഫ് എഫ്രായിം എന്ന രണ്ടാമത്തെ മകന് പേര് കൊടുക്കുമ്പോൾ ജോസഫ് ഓർക്കിയ, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ ഓർക്കിയ, കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി മാറ്റി, കഷ്ടതകളിൽ എൻ്റെ കൂടെ നിന്ന ദൈവം, ആ ദൈവത്തെ മറക്കാതെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് സങ്കീർത്തകനും നമ്മോട് പറയുന്നത്, കർത്താവിനെ വാഴ്ത്തണം, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നമ്മൾ മറക്കരുത്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട വേറൊരു മേഖല ഇതാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടായ പരാജയ കാരണങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ജീവിതത്തിൽ, മനുഷ്യരുടെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പരാജയങ്ങളിൽ നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ചില മേഖലകളിൽ പരാജയപ്പെട്ടത്? ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പരാജയം ഉണ്ടായത്? അല്ലെങ്കിൽ ഏത് വ്യക്തികളുമായിട്ട് ഞാൻ അടുപ്പത്തിലായപ്പോഴാണ്, അല്ലെങ്കിൽ സൗഹൃദത്തിലായപ്പോഴാണ് എനിക്ക് ചില പരാജയങ്ങളും തിന്മകളും കുറവുകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? അപ്പോൾ ഈ പരാജയ കാരണങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ നമ്മളത് മനസ്സിലാക്കി, ആ സാഹചര്യങ്ങൾ ഒഴിവാക്കി, ആ സൗഹൃദങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ജീവിതത്തെ വിജയകരമായൊരു ജീവിതമാക്കി മാറ്റാൻ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട്, ജീവിതത്തെ വിജയകരമായി മാറ്റാൻ നമ്മൾ മറന്നു കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. ജോസഫിൻ്റെ ആദ്യത്തെ മകന് ജോസഫ് ഇടുന്ന പേരതാണ്, മനാസേ. നിന്റെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ മറക്കാൻ, എൻ്റെ കഷ്ടപ്പാടും പിതാവിൻ്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ജോസഫിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിലുണ്ടായ കഷ്ടപ്പാടുകൾ, വീട്ടിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, സഹോദരന്മാരിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, മറ്റ് തകർച്ചകൾ, അസ്വസ്ഥതകൾ, ഇതെല്ലാം ഓർത്തിരുന്നാൽ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ജോസഫ് തൻ്റെ ആദ്യ മകന് മനാസെ എന്ന് പേരിട്ടു. എല്ലാം മറക്കാൻ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടായ വേദനാജനകമായ അനുഭവങ്ങൾ മറക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജോസഫിനെ പോലെ നമുക്കത് മറക്കാൻ സാധിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ നമ്മൾ വഞ്ചിച്ചിട്ടുണ്ടാകാം, ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നശിപ്പിച്ചിട്ടുണ്ടാകാം, ചിലരൊക്കെ നമ്മുടെ സൽപ്പേര് നശിപ്പിച്ചിട്ടുണ്ടാകാം, ചിലരൊക്കെ നമ്മുടെ കുടുംബത്തിന് ഒത്തിരിയേറെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം, സഹോദരങ്ങൾ പോലും നമുക്കെതിരായി നിന്നിട്ടുണ്ടാകാം. സ്നേഹമുള്ളവർ, അതൊക്കെ മറക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് വിജയകരമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുക. അതോടൊപ്പം മുറിവേറ്റ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളിൽ നിന്നുണ്ടാകാം, അയൽക്കാരിൽ നിന്നുണ്ടാകാം, ജോലി സ്ഥലത്ത് നിന്നുണ്ടാകാം, ബന്ധുക്കളിൽ നിന്നുണ്ടാകാം. അതൊക്കെ മറക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ചിലപ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ചോർത്തുള്ള സങ്കടങ്ങളുണ്ടാകാം. ചില കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ആ നിലയിൽ എത്താമായിരുന്നു, അല്ലെങ്കിൽ ചില മേഖലയിൽ എനിക്ക് അവസരം കിട്ടിയത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി വളരുമായിരുന്നു. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യം ഇതാണ്. വിജയകരമായൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു കളയേണ്ടതുണ്ട്. ജോസഫിൻ്റെ 2 പുത്രന്മാരുടെ പേരുകളിൽ നിന്ന് നമുക്കത് ഓർത്തിരിക്കാം. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എഫ്രായിം, അതോടൊപ്പം മറന്നു കളയേണ്ട കാര്യങ്ങൾ മനാസെ. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഓർക്കാനും മറക്കേണ്ട കാര്യങ്ങൾ മറക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ ആ കൃപ നമുക്ക് ലഭിക്കുവാനും അതോടൊപ്പം കൂടുതൽ ദൈവകൃപയിലേക്ക് വളരാനും ജീവിതത്തെ വിജയകരമായ ഒരു ജീവിതമാക്കി മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോ അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവ
ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണ്. ജീവിക്കുന്ന അപ്പം, ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി കടന്നു വരികയാണ്. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. വിജയകരമായൊരു ജീവിതത്തിന് നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്നും ചില കാര്യങ്ങൾ മറന്നു കളയാൻ നമുക്ക് സാധിക്കണമെന്നും നമ്മൾ വചനത്തിലൂടെ കാണുകയായിരുന്നു. എഫ്രായിം, മനാസെ എന്ന പേരുകളുടെ അർത്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. അത് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ദൈവം കഷ്ടതയുടെ നാളുകളിൽ നമ്മൾ വഴി നടത്തിയത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ പരാജയ കാരണങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കർത്താവ് മനാസെ എന്ന പേരിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ചിലതെല്ലാം നമ്മൾ മറന്നു കളയേണ്ടതുണ്ട്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, മുറിവേറ്റ നിമിഷങ്ങൾ, അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, അതിലൂടെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഓർത്തിരിക്കാനും ദൈവം മറന്നു കളയാൻ ആഗ്രഹിക്കുന്നു മറന്നു കളയാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന കർത്താവെ, വെറുപ്പിൻ്റെയും നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ അടിമത്തങ്ങളിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകി ജീവിതം വിജയമായി തീരാൻ ദൈവത്തോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി മാറി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നവെല്ലാം ഓർത്തിരിക്കാനും ദൈവം മറന്നു കളയാൻ ആഗ്രഹിക്കുന്നവ മറന്നു കളയാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മറ്റെല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല,
കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. യേശുവേ, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ ജീവിതങ്ങളിലേക്കും, എല്ലാ തകർച്ചകളിലേക്കും, എല്ലാ മുറിവുകളിലേക്കും ഈശോയെ അങ്ങ് കടന്നു വരണമേ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല, സാരമില്ല. കണ്ണുനീർ സാരമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ മുറിവേറ്റ അനുഭവങ്ങളും കർത്താവിന് സമർപ്പിക്കാം. കഷ്ടങ്ങൾ സാരമില്ല. മുറിവേറ്റതും വേദനിച്ചതുമായ എല്ലാ നിമിഷങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് വലിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് നമ്മളെല്ലാ മുറിവുകളെയും രോഗങ്ങളെയും മുറിവേറ്റ ഓർമ്മകളെയും സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. എല്ലാവരും ചേർന്ന് പാടുന്നു. എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കുന്നു, എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കുന്നു. യേശുവേ, എല്ലാവരും സ്പർശിക്കണമേ. എല്ലാ രോഗികളെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. യേശുവേ, 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 ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സൗഖ്യം ലഭിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. രോഗികൾ സുഖപ്പെടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പൈശാചിക പേടുകൾ വിട്ടുപോകട്ടെ. ഈ ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോയോട്, ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പലപ്പോഴും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ഊർജവും ചോർത്തിക്കളയുന്നത്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായി മാറുന്നത്. കർത്താവ് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. ജീവിതത്തിൽ താൽക്കാലികമായിട്ടുള്ള തകർച്ചകളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ദൈവം ഇടപെടുന്നില്ലല്ലോ എന്ന് തോന്നലുകളുണ്ടാകാം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. അവരുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. ചെങ്കടലിൽ പോലും രണ്ടായി വിഭജിച്ച് വലിയ അത്ഭുതം പ്രവർത്തിച്ചെങ്കിലും ദുഃഖങ്ങൾ കടന്നു വന്നപ്പോൾ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ, ചില തകർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ, വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ, ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോൾ അവർ ദൈവത്തിനെതിരായിട്ട് പെറുപെറുത്തു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെ അവർ സംശയിച്ചു. സ്നേഹമുള്ളവരെ,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും ദൈവം നൽകിയ കൃപകളും ദൈവം നൽകിയ സൗഖ്യങ്ങളും നമ്മൾ മറന്നു പോകാം. നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. എഫ്രായിം എന്ന പേരിൽ നിന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി മാറ്റി എന്നുള്ള ജോസഫിൻ്റെ ആ മനോഹരമായിട്ടുള്ള ചിന്ത. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളിൽ നമ്മളെ നയിച്ച ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിലെ ചില പരാജയ കാരണങ്ങൾ. സ്നേഹമുള്ളവരെ, അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് പരാജയങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ച ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ. അതെല്ലാം നമുക്ക് ഓർത്തിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സ്നേഹമുള്ളവരെ, നമുക്ക് മറന്നു കളയേണ്ട ചില മേഖലകളുണ്ട്. അത് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. മറന്നു കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറന്നു കളയേണ്ടത് എന്തൊക്കെയാണ്? മുറിവേറ്റ ഓർമ്മകൾ, തിക്താനുഭവങ്ങൾ, അതോടൊപ്പം പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ മൂലമുള്ള നിരാശ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം മറന്നു കളയാൻ ആഗ്രഹിക്കുന്നതെല്ലാം മറന്നു കളയാം. അതോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, അതിന് കാരണമായ വ്യക്തികളോടുള്ള നമ്മുടെ വൈരാഗ്യ ചിന്തകൾ, അതെല്ലാം മറന്നു കളയാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എഫ്രായിം, മനാസെ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രചോദനമായി നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നവ ഓർക്കാനും ദൈവം മറക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.